അസ്സലാമു അലൈക്കും. 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമായ പാദവാർഷിക പരീക്ഷാ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 3ാമത്തെ ചോദ്യം വരുന്നത് നുജീബു ഹസ്ബൽ ഇർഷാദാത്ത്. നുജീബു നമുക്ക് ഉത്തരം എഴുതാം. ഹസ്ബൽ ഇർഷാദാത്ത് നിർദ്ദേശമനുസരിച്ച്. സൽമാൻ ദാരിസുൻ ഫിസ്സഫി സാബിഅ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് സൽമാൻ. ഹസല ദാരിസൂന ഫി മദ്രസത്തിഹി. അവൻ്റെ സ്കൂളിലെ കുട്ടികൾ നേടി അലൽ ജവായിസി സമ്മാനങ്ങൾ ഫിൽ മുസാബഖത്തിൽ ഫന്നിയ കലോത്സവങ്ങളിൽ അല്ലെങ്കിൽ കലാമത്സരങ്ങളിൽ. ഫജറത്ത് ഫിൽ മദ്രസ ഹഫ്ലത്തുൻ. അങ്ങനെ അവൻ്റെ സ്കൂളിൽ ഒരു പരിപാടി നടക്കുകയാണ്. ലി തക്രീമി തുല്ലാബിൽ ഫായിസീൻ. വിജയിച്ച കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടി. ഹസല സൽമാൻ അലാ ഫുർസത്തിൻ ലി ഇൽഖാഇ കലിമത്തി തർഹീബ്. ഹസല സൽമാന് കിട്ടി ഫുർസത്തിൻ ഒരു ചാൻസ്, ഈ പരിപാടിയിൽ ഒരു ചാൻസ് കിട്ടി. ലി ഇൽഖാഇ കലിമത്തി തർഹീബ് സ്വാഗത പ്രസംഗം നടത്താനുള്ള ഒരു ചാൻസ് കിട്ടി. ലി അന്നഹു അരീഫുൽ മദ്രസ കാരണം അവനും സ്കൂൾ ലീഡറാണ്. ഇൻതഹത്തിൽ ഹഫ്ല ഫി സഅത്തി റാബിഅ മസാഅൻ. വൈകുന്നേരം 4 മണിയായപ്പോൾ പരിപാടി അവസാനിച്ചു. റജഅ സൽമാൻ ഇലൽ ബൈത്തി മസ്റൂറ. അങ്ങനെ സൽമാന് വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങിപ്പോയി. സഅലതുൽ വാലിദ അൻ സബബി സുറൂർ. അപ്പോൾ അവിടെ അവൻ്റെ ഉമ്മ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഉമ്മ അതിനുള്ള കാരണം ചോദിച്ചു. സബബി സുറൂർ കാരണം, സന്തോഷത്തിൻ്റെ കാരണം. നുഇദ്ദുൽ ഹിവാറു ബൈന സൽമാൻ വ വാലിദതുഹു. അപ്പം സൽമാനും അവൻ്റെ ഉമ്മയും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. സംഭാഷണത്തിൻ്റെ തുടക്കം നമുക്ക് സലാം കൊണ്ട് തുടങ്ങാം. അസ്സലാമു അലൈക്കും. ഉത്തരം വ അലൈക്കും അസ്സലാം. വൈകുന്നേരമാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മസാ ഉൽ ഖൈർ വേണമെങ്കിൽ ഉപയോഗിക്കാം. മസാ ഉൽ ഖൈർ, മസാ ഉന്നൂർ. അപ്പോൾ വാലിദത്ത് ആ പറഞ്ഞതിൻ്റെ മറുപടി സലാം അടക്കിയതിന് ശേഷം അല്ലെങ്കിൽ കലിമാത്തു തഹ്സീബിൻ്റെ മറുപടി പറഞ്ഞതിന് ശേഷം ചോദിക്കാണ്. സന്തോഷത്തിൻ്റെ കാരണമാണ് ചോദിക്കുന്നത്. മാ സബബു സുറൂറിക. മാ എന്താണ്, സബബ് കാരണം, സുറൂറ് സന്തോഷം, ക നിന്റെ. മാ സബബു സുറൂറിക എന്താണ് ഈ സന്തോഷത്തിൻ്റെ കാരണം. അപ്പോൾ സൽമാന് പറയാണ് സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നു, അതിൽ ഞാൻ സ്വാഗതം പറഞ്ഞു എന്നാണ് വേണ്ടത്. അപ്പോൾ സ്കൂളിൽ പരിപാടി നടന്നു എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജറത്ത് ഫിൽ മദ്രസ ഹഫ്ലത്തുൻ ലി തക്രീമി തുല്ലാബിൽ ഫായിസീൻ. വിജയിച്ച കുട്ടികളെ അനുമോദിക്കാനുള്ള ഒരു പരിപാടി സ്കൂളിൽ നടന്നു. ഇനി സ്വാഗത പ്രസംഗം നടത്തി എന്നുള്ളതിന് അൽഖാ കലിമത്തു തർഹീബ്. അൽഖാ കലിമത്തു തർഹീബ് അവിടെ ഞാൻ എന്നും കൂടി ചേർക്കാൻ വേണ്ടി അൽഖൈതു കലിമത്തി തർഹീബ്. ഞാൻ സ്വാഗത പ്രസംഗം നടത്തി. അപ്പോൾ അതിനുമ്മ പറയാണ് മാഷാ അല്ലാഹ് മുംതാസ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഉമ്മ ചോദിക്കുകയാണ് എപ്പോഴാ പരിപാടി കഴിഞ്ഞത്. ആ കാര്യമാണ് നമുക്ക് പാരഗ്രാഫിൽ തന്നിരിക്കുന്ന ഒരു കാര്യം. എപ്പോഴാണ് പരിപാടി കഴിഞ്ഞത്. മതാ ഇൻതഹത്തിൽ ഹഫ്ല. മതാ ഇൻതഹത്തിൽ ഹഫ്ല എപ്പോഴാണ് പരിപാടി കഴിഞ്ഞത്. അതിൻ്റെ ഉത്തരമായിട്ട് സൽമാൻ പറയുന്നു സാഅത്തി റാബിഅ മസാഅൻ. വൈകുന്നേരം 4 മണിക്ക്. സാഅത്തി റാബിഅ മസാഅൻ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എപ്പോഴാ തുടങ്ങിയതെന്ന് ചോദിക്കാം. പക്ഷേ പാരഗ്രാഫിൽ അത് തന്നിട്ടില്ല. നമ്മുടേതായിട്ടൊരു ചോദ്യം ചോദിക്കാം. മതാ ബദഅത്തിൽ ഹഫ്ല. എപ്പോഴാണ് പരിപാടി തുടങ്ങിയത്. സാഅത്തിൽ ആഷിറ 10 മണിക്ക് എന്ന് കൊടുക്കാം. ഏത് സമയമാണോ നമുക്ക് വേണ്ടത് അവിടെ ചേർക്കാം. ഇനി ഉമ്മ ചോദിക്കുകയാണ് ആരൊക്കെയാ പരിപാടിയിൽ പങ്കെടുത്തത്. മൻ യുഷാരിക്കു ഫിൽ ഹഫ്ല. മൻ യുഷാരിക്കു ഫിൽ ഹഫ്ല ആരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ നമുക്ക് വാർഡ് മെമ്പർ, സ്കൂളിൻ്റെ ഹെഡ് ടീച്ചർ, PTA പ്രസിഡന്റ്,
പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വാക്കുകളെ ഇവിടെ ചേർത്തുകൊണ്ട് നമുക്ക് സംഭാഷണം പൂർത്തിയാക്കാം. അതിനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഫി അയ്യു സഫിൻ യദ്റുസു സൽമാൻ. സൽമാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാരഗ്രാഫിൽ ഫി സഫി സാബിഅ് 7ാം ക്ലാസ്സിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിവിടെ എഴുതി ചേർക്കാം.